വർഷം 1718 ഇറ്റലിയിലെ ഒരു പള്ളിയിലെ അൾത്താരയിൽ ബലിമധ്യേ പുരോഹിതന്റെ കരങ്ങളിലേക്ക് ഉയർന്ന ഓസ്തി രണ്ടായി വിഭജിക്കപ്പെടുന്നു. മുറിഞ്ഞ അപ്പത്തിന്റെ വക്കുകളിൽ നിന്ന് ചോര പിടിഞ്ഞ അൾത്താര വിധികളെ നനയ്ക്കുന്നു. ബലിയർപ്പകൻ ഫാദർ ഫ്രാൻസിസ്കോയും ജനങ്ങളും അക്ഷരാർത്ഥത്തിൽ അത് കണ്ട് നടുങ്ങുന്നു. ദൈവമേ, ആയിരക്കണക്കിന് ബലിയർപ്പണങ്ങൾ നടന്ന ഈ ബലിപീഠത്തിൽ 1000 തവണയും നീ മുറിഞ്ഞടഞ്ഞിരുന്നത് ലാഘവത്തോടെയാണ് ഞങ്ങൾ കണ്ടിരുന്നത്. ദൈവമേ, മാപ്പ്. വർഷം 1643 ഫ്രാൻസിലെ പ്രസാക്കിലെ ഒരു പെസഹ വ്യാഴാഴ്ച ബലി കഴിഞ്ഞു മടങ്ങാൻ നേരം അവശേഷിച്ച ഒരു തിരുവോസ്തി സക്രാരിക്കുള്ളിൽ ഭദ്രമായി വച്ച് വൈദികൻ കടന്നുപോയി. അകത്തു കത്തിച്ചു വച്ച തിരിയിൽ നിന്ന് അഗ്നി പടർന്ന് ദേവാലയം കത്തിയമരുമ്പോൾ പൂർണ്ണമായും കത്തി നശിച്ച അൾത്താരയിലെ സക്രാരിക്കുള്ളിൽ തിരുവോസ്തി ഭദ്രമായി പഴയ തേജസ്സോടെ അവർ കാണുന്നു. അഗ്നിയേക്കാൾ ഏറെ ജ്വലിക്കുന്നവൻ ഒരപ്പമായി നാവിലലിഞ്ഞപ്പോൾ നമ്മുടെ നാവ് പൊള്ളാതിരുന്നത് അവന്റെ അലിവുള്ള ഹൃദയം കൊണ്ടാണ്. വർഷം 1461 7 വയസ്സിലുണ്ടായ വീഴ്ചയെ തുടർന്ന് തളർന്നുപോയ ഫ്രാൻസിലെ ബ്രെൻത്രാൻഡ് എന്ന യുവാവിന് ബലിമധ്യേ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് അതിയായ മോഹമുണരുന്നു. സംസാരശേഷിയില്ലാത്തതിനാൽ കുമ്പസരിക്കാനാകില്ല എന്നു പറഞ്ഞ് ബലിയർപ്പകൻ അവന് ഈശോയെ നിഷേധിക്കുന്നു. എങ്കിലും ആവർത്തിച്ചാവർത്തിച്ച് കേണപേക്ഷിച്ചപ്പോൾ വൈദികൻ ദിവ്യകാരുണ്യം അവൻ നാവുകളിൽ നൽകുന്നു. ആ നിമിഷം തളർന്ന അവന്റെ അസ്ഥികൾക്ക് ശക്തി ലഭിച്ചു. കെട്ടപ്പെട്ട അവന്റെ നാവ് തുറന്നു. അവൻ വിളിച്ചു പറഞ്ഞു, ദൈവനാമത്തിലാണ് നമ്മുടെ ആശ്രയം. വർഷം 1429 നെതർലൻഡ്സിലെ അൽക്കമാറിലെ വിശുദ്ധ ലോറൻസിന്റെ കത്തീഡ്രലിൽ തന്റെ പ്രഥമ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരുന്ന നവവൈദികനായ ഫോൾക്കേർട്ടിന്റെ കൈ അബദ്ധത്തിൽ കാസായിൽ തട്ടുന്നു. മറിഞ്ഞു വീണ കാസായിൽ നിന്നു തെറിച്ച വീഞ്ഞ് ഫോൾക്കേർട്ടിന്റെ കാപ്പയിൽ വീഴുമ്പോൾ അത് മുഴുവൻ ചെന്നിറമുള്ള രക്തത്തുള്ളികളായി മാറുന്നു. ഇന്നും തിരുരക്തം വീണു നനഞ്ഞ കാപ്പ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. വെറും കൺകെട്ടു കഥകളില്ലത്. കാലങ്ങളുടെ കാത്തിരിപ്പിനും ശാസ്ത്രലോകത്തിന്റെ പരീക്ഷണങ്ങൾക്കും വ്യക്തമായ തെളിവുകളോടും ആധികാരികതയുള്ള വ്യക്തികളുടെ സാക്ഷ്യങ്ങളോടും കൂടെ പരിശുദ്ധ കത്തോലിക്ക സഭ ഔദ്യോഗികമായി അംഗീകരിച്ചവയാണ്. ഓർക്കണം, ഞായർ പുലരികളിൽ പതിവ് പോലെ ലാഘവ മനോഭാവത്തിൽ നമ്മളിൽ പലരും ഉൾക്കൊണ്ട ദിവ്യകാരുണ്യം കാൽവരി മലമുകളിൽ കീറി മുറിക്കപ്പെട്ടവന്റെ പച്ചയായ മേനി തന്നെയാണ്. അപ്പമായി മാറിയത് സ്നേഹം കൊണ്ടാണ്. കാലാവസനത്തോളം കൂടെയിരിക്കാനാണ്.